ലോകമെമ്പാടും ഈ ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ചും ആഗോള സഭയിൽ നിന്ന് ആഗോള 15ാമത്തെ ഞായറാഴ്ച, ഓർഡിനറി ടൈം 15ാമത്തെ ഞായറാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഈ ഞായറാഴ്ച ദിവസം ദൈവ ആരാധനയുടെ ദിവസം. നമുക്കറിയാം, ദൈവ ആരാധന പൂർണ്ണമായും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടാൻ നമ്മുടെ ജീവിതത്തെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് നാം സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ആരാധന എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളതേക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. റോമർക്കുള്ള ലേഖനം 12 അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. അപ്പോൾ ആരാധന എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി നമ്മിൽ വസിക്കാൻ, ഇന്ന് ദൈവം ആത്മാവായിട്ടാണ് ഭൂമിയിൽ ഇടപെടുന്നത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം പെന്തക്കോസ്ത് നാൾ മുതൽ തിരുസഭ ഉണ്ടായത് മുതൽ നാം ഓരോരുത്തരിലും ആത്മാവിൻ്റെ മേൽ ആത്മാവായിട്ടുണ്ട്. ത്രിത്വത്തിലെ 3ാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ പ്രവർത്തന നിരതമായിരിക്കുന്നത് തിരുസഭയിൽ നമ്മൾ ഓരോരുത്തരെയും. കാരണം നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കാൻ ആത്മാവായ ദൈവത്തിന് സാധിച്ചു. പെന്തക്കോസ്ത് നാളിൽ നടന്നത് അതാണ്, നമുക്കറിയാം. യേശുവിൻ്റെ കൂടെ പുത്രനായ ദൈവം ഭൂമിയിൽ നടന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ആകാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. അവരുടെ കൂടെ നടന്നു, പല കാര്യങ്ങളും അവരോട് ചേർന്ന് പ്രവർത്തിച്ചു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, 3 വർഷം അവരുടെ കൂടെ നടന്നു. പക്ഷെ അവരുടെ ഉള്ളിലാകുവാൻ യേശുവിന് കഴിഞ്ഞില്ല. കാരണം യേശുവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് അവരെല്ലാം യേശുവിനെ വിട്ട് ഓടിപ്പോവുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ അവരുടെ സ്വന്തം ജീവനെക്കുറിച്ചുള്ള ഭയവും, മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലാതായി തീരുമോ തങ്ങളും എന്നുള്ള ഭയവും, പിന്നെ മറ്റുള്ള സ്വാർത്ഥതയും. യൂദാസാണെങ്കിൽ പണത്തിന് പ്രാധാന്യം കൊടുത്തു, 1ാം സ്ഥാനം. കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് കർത്താവിൻ്റെ കാര്യങ്ങളിലുള്ള പണസഞ്ചിയൊക്കെ യൂദാസിൻ്റെ കയ്യിലായിരുന്നു. കർത്താവ് അതേക്കുറിച്ചൊന്നും ചോദ്യം ചെയ്തില്ല. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ യൂദാസിൻ്റെ ലക്ഷ്യം പണമായി മാറി. യഹൂദ പ്രമാണികൾ അവനെ സമീപിച്ച് ചോദിച്ചു, നിന്റെ ഗുരുവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അവനെ കൊല്ലാൻ തീരുമാനമെടുത്ത യഹൂദ പ്രമാണികളും പുരോഹിത പ്രമുഖരും ഒക്കെ യൂദാസിൻ്റെ ഈ ധനത്തോടുള്ള ആർത്തി അറിയാവുന്നത് കൊണ്ട് അവനെ സമീപിച്ചിട്ട്, നീ അവനെ ഞങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ എന്താണ് നിനക്ക് വേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ 30 വെള്ളിക്കാശ് നിനക്ക് തരാം, നീ അവനെ ഞങ്ങൾ കാണിച്ചു തരുമോ? അവൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം, യേശുവിൻ്റെ കൂടെ നടന്ന അവൻ്റെ ഉള്ളിൽ തിന്മ പ്രവേശിച്ചു. നമ്മൾ ഈ അന്ത്യത്താഴ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച സമയം, പെസഹ രാത്രിയിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 12 അപ്പോസ്തലന്മാരും അവൻ്റെ കൂടെ നടന്നു. പക്ഷേ ഈ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട്, യേശുവിനെ കൊടുത്താൽ 30 വെള്ളിക്കാശ് കിട്ടും എന്നുള്ള ആ ചിന്തയിൽ അതിനുള്ള എഗ്രിമെൻ്റ് കഴിഞ്ഞിട്ടാണ് യൂദാസ് പെസഹ രാത്രിയിൽ വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുക്കുന്ന. യേശുവിനോടൊപ്പം ആദ്യമായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഒന്നും ചിന്തിക്കാതെ അവൻ്റെ ഉള്ളം മുഴുവനും കിട്ടാൻ പോകുന്ന പണത്തെക്കുറിച്ചായിരുന്നു. ഈശോയോട് നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ, ഞാൻ നിങ്ങൾ 12 പേരെയാണ് തിരഞ്ഞെടുത്തത്, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്, നിങ്ങളിൽ ഒരുവൻ ഇന്ന് എന്നെ ഒറ്റിക്കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അവരൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതാരാണെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ പോലും അത് ഞാനാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു പ്രശ്നവും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവന് ഇരിക്കുകയാണ്. നീ തന്നെ എന്ന് ഈശോ പറഞ്ഞു. നീ ചെയ്യാനുള്ള കാര്യം എത്രയും വേഗം ചെയ്യാന്നൊക്കെ പറഞ്ഞു. അവൻ്റെ ഉള്ളിലൊരു കാരണം ഉണ്ടായില്ല. കാരണം അവൻ അത്രമാത്രം അവൻ്റെ ഉള്ളിൽ പണത്തോടുള്ള ആർത്തി. യേശുവിൻ്റെ കൂടെ നടന്നു അനേകർക്ക്, ഭക്തരായിട്ടുള്ള മനുഷ്യരൊക്കെ യേശുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കൊടുത്തിരുന്ന മുഴുവൻ അവൻ്റെ കയ്യിലായിരുന്നു. അതിൽ വീണുന്നതിൻ്റെ ഒരു ഭാഗം അവൻ കൈക്കലാക്കിയിരുന്നു എന്നാണ് വചനം നമ്മൾ ഓർപ്പിക്കുക. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്ന അവൻ്റെ ഉള്ളിൽ ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് യേശു കുർബാന സ്ഥാപിച്ച് അപ്പം മുറിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഇതെൻ്റെ ശരീരമാകുന്നു. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ശരീരവും രക്തവും എന്ന് പറഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുക. യേശു അന്ത്യത്താഴ് സമയത്ത് ചെയ്തതാണ്, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുക എന്ന് പറഞ്ഞ് മുറിച്ചു കൊടുത്തു. അതെല്ലാവരും ആദരവോടെ സ്വീകരിച്ചു. യൂദാസ്
സ്വീകരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച യേശുവിനോട് സ്നേഹമൊന്നും അവൻ്റെ ഉള്ളിൽ ഈ പണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. അപ്പോൾ യോഹന്നാൻ 13 നമ്മൾ വായിക്കുന്നുണ്ട്, കുർബാന സ്വീകരിച്ച ഉടനെ യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചെന്ന് പറയുക. ബാക്കി എല്ലാവരുടെ ഉള്ളിൽ യേശുവിൻ്റെ ആത്മീയതയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ യേശു ആത്മാവായവരുടെ ഉള്ളിൽ മുൻകൂട്ടി ആ കഷ്ടാനുഭവ സമയത്തൊക്കെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും പിന്നീട് വരാനുള്ള കാലങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന ആ വലിയ ദുരന്തങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി പോലെ കർത്താവ് അവരുടെ ഉള്ളിൽ ആദ്യമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വന്നു. യൂദാസിൻ്റെ ഉള്ളിൽ മാത്രം സാത്താൻ പ്രവേശിച്ചെന്ന് പറയാം. ഇന്നും നമ്മൾ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിക്കാം. കാരണം അവനെ നമ്മൾ ഒറ്റിക്കൊടുക്കണം. യൂദാസിന്റെ ഉള്ളിലുണ്ടായിരുന്ന പണക്കൊതി എന്ന ദുരാത്മാവിന്റെ കയ്യിലേക്കാണ് വിശുദ്ധ കുർബാന. കൂദാശിയായ യൂദാസിന്റെ ഉള്ളിലേക്ക് യേശു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലുള്ള ആ ദുഷ്ടപിശാചിന്റെ കയ്യിലേക്കാണ് യേശുവിനെ അറിയാതെയാണെങ്കിൽ പോലും യൂദാസ് ഒറ്റിക്കൊടുത്തത്. ആദ്യം തന്നെ ഗത്സമേൻ തോട്ടത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പായി തൻ്റെ ഉള്ളിലേക്ക് യേശു ആത്മാവിൽ കുർബാനയായി കൂദാശയെ വന്നപ്പോൾ തൻ്റെ ഉള്ളിലുള്ള പണത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ ലോകത്തോടുള്ള ആർത്തിയുടെ ആ ദുരാത്മാവിൻ്റെ കയ്യിലേക്ക് യേശുവിനെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞിരുന്നു യൂദാസ്. പൗലോസ്ലിയ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കിലെ 1 ലേഖനം 11 അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശോധന ചെയ്യുവിൻ. കർത്താവിൻ്റെ മേശയിൽ ഭക്ഷിക്കുമ്പോൾ തൻ്റെ ശരീരത്തെ ശോധന ചെയ്യാതെ ഭക്ഷിക്കുന്നവൻ അവൻ തൻ്റെ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്യുന്നു. ഇതുമൂലമാണ് നിങ്ങളിൽ ചിലരൊക്കെ മരിച്ചുപോയത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, ആത്മാവിൽ ഒരു വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തൊരു ജീവിതമാണ്. ഇങ്ങനെ എല്ലാവരും ചടങ്ങ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിൽ പലരും രോഗികളായിരിക്കുന്നത്, ഞങ്ങളിൽ ചിലർ മരിച്ചുപോയത് നിങ്ങൾ അയോഗ്യതയോടെ അവനെ ഉൾക്കൊണ്ടതുകൊണ്ടാണ്. അനുതാപമില്ലാതെ, കുമ്പസാരിക്കാതെ, പാപങ്ങൾ ഏറ്റുപറയാതെ, മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ഒക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ യൂദാസിന്റെ ഉള്ളിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അപ്പക്കഷ്ണം സ്വീകരിച്ചപ്പോൾ യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു. യോഹന്നാൻ 13 വായിക്കുന്നത് പോലെ ഈ ഞായറാഴ്ച ദിവസം ദൈവാരാധനയുടെ ദിവസം വെളിപാട് പുസ്തകം 1 നമുക്കറിയാം. യോഹന്നാനുണ്ടായ ദർശനം വെളിപാടൊക്കെ യോഹന്നാൻ ഈ കർത്താവിന്റെ ദിവസം എന്നാ പറയുന്നത്. വെളിപാട് 1 അധ്യായം 10 ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ദിനത്തിൽ അല്ലെങ്കിൽ ഈ ദൈവാരാധനയുടെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അല്ലെ യേശുവിന്റെ ആത്മാവിന്റെ നിറവിൽ അവനിൽ ഒന്നായിരിക്കുമ്പോൾ അവന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ചിന്തകളെയും ഏറ്റെടുത്തുകൊണ്ട് ദർശനത്തിലൂടെ പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ ആത്മാവ് യോഹന്നാനിലൂടെ വെളിപ്പെടുത്തിയ ദർശനത്തിലൂടെയാണ് വെളിപാട് പുസ്തകം തന്നെ എഴുതപ്പെട്ടെന്നിട്ട് പറയുകയാണ്. കർത്താവിൻ്റെ നേരത്തെ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസൂസ്, സ്മരണ, പെർഗമോസ്, തിയത്തീറ, സാർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക. 7 സഭകൾക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ദൈവാത്മാവിൽ ലയിച്ചിരിക്കെ ആരാധന അതാണ്. ഞാൻ പറഞ്ഞു, റോമർ 12 പറഞ്ഞില്ലേ, ക്രിസ്തു അല്ലെങ്കിൽ ത്രിത്വിക ദൈവം ആത്മാവായി നമ്മിൽ വസിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും, കാരണം നമുക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്, ആശകളുണ്ട് നമ്മുടെ ശരീരത്തില്, മനസ്സിന്. റോമർ 12:2 പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരീകരണം പ്രാപിക്കുവിൻ, അപ്പോൾ നല്ലതും ദൈവഹിതപ്രകാരമുള്ള എന്തെന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങളെ ദൈവത്തിന് അടിയറ വെച്ചുകൊണ്ട് ആത്മാവായ ദൈവം ഈ ഞായറാഴ്ച ദിവസം യോഹന്നാനില് ദൈവം ആത്മാവായി, കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ, അതിനുള്ള ഒരു വിളിയാണ് നമുക്കുള്ള. കർത്താവിന് ആത്മാവിൽ എന്ന് പറയുമ്പോൾ പൂർണ്ണ കർത്താവിനെ അല്ലേ, കർത്താവിനെ ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും, അവിടെ പണത്തോടുള്ള ആഗ്രഹമില്ല, ലോകത്തോടുള്ള ആഗ്രഹമില്ല, ലോകമോഹങ്ങളുള്ള ആഗ്രഹമില്ല, ഒന്നുമില്ല. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഒന്നാമത്തെ കൽപ്പനയാണ്. അത് നമ്മൾ പൂർത്തിയാക്കുമ്പോഴാണ് നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇസ്രായേലിനോട് പറഞ്ഞൊരു വാക്യമാണല്ലോ, പണ്ട് നമ്മൾ കേട്ടുള്ള പലപ്പോഴും. നിയമാവർത്തനം 6 ഇതാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ, നിയമാവർത്തനം 6:5 ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കായി നമ്മുടെ ജീവിതം അടിയറവയ്ക്കുന്ന ഒരു പ്രക്രിയ. ഈ 15-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഓർഡിനറി ടൈമിൽ പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത് ഈ പൂർണ്ണമായ ഹൃദയത്തോടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഞായറാഴ്ച കുർബാനയിൽ പോയി പങ്കെടുക്കാം, മറ്റു പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ആഗ്രഹത്തോടെ, പക്ഷെ പൂർണ്ണമായും ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, ആരാധന മനോഭാവത്തോടെ വരുവാനായിട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടാണ്. ദൈവമായ കർത്താവ് ജെറമ്യാ 29 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണല്ലോ. ജെറമ്യാ 29:11-14 വരെ ഇങ്ങനെയല്ലേ, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ അങ്ങനെ പദ്ധതി ഉള്ളതുകൊണ്ട് നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. നമ്മളെല്ലാം ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്നൊരു പ്രക്രിയയാണ്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് നമുക്കുണ്ട് പദ്ധതികൾ, നമ്മുടെ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകും. പക്ഷെ നമ്മുടെ ആശകൾ എപ്പോഴും ആൾക്കാരെ പറയാം, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു, എന്തെല്ലാം ആശകളായിരുന്നു ജീവിതത്തിൽ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എന്തെല്ലാം ആശയോടുകൂടിയാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ അതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായി ഒന്നും നടന്നില്ല എന്ന് പലരും പറയും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആശകളുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വരെ മനസ്സിൽ ആശകളുണ്ട്. എന്തെല്ലാം ആശകളാണ് കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിലല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആശകൾ, ആഗ്രഹങ്ങൾ. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു ദൈവ പൈതൽ വിശ്വാസി എന്ന നിലയിൽ നാം ആദ്യം അറിയേണ്ടത്, ദൈവത്തിന് ആത്മാവായി നമ്മിൽ വസിക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആശകളുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ ആശകളുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ച് ആശകളുണ്ട്, സാത്താന് നമ്മെക്കുറിച്ച് ആശകളുണ്ട്. ഈ 3 കാര്യമാണ്. ഇല്ല, നമുക്ക് നമ്മെക്കുറിച്ച് വലിയ ആഗ്രഹങ്ങളും പ്ലാനുകളും ആശകളും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് മനോഹരമായൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. സാത്താന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ എന്താ? യോഹന്നാൻ 10:10 ഈശോ പറഞ്ഞു, സാത്താൻ കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. അതാണ് സാത്താന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി. യേശു പറയാണ്, എന്നാൽ ഞാൻ വരുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടാണ്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. അതാണ് അപ്പം യഥാർത്ഥത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന് മുമ്പിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ അടിയറ വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. അതായത് ആശകളൊക്കെ ഉണ്ട്. ദൈവത്തിന് അതിനെക്കുറിച്ച് നമ്മളോട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആശകളൊക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആശകളുമായിട്ട് പോകുമ്പോൾ, അപ്പോൾ ആണ് പറയുന്നത്, നമുക്ക് ഈ ഭൂമിയിൽ ആശകളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കാതെ വരുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, അല്ലേ? നമ്മൾ ഭൂമിയിൽ കുറേ നാൾ നടന്നാലേ ഡോക്ടർമാർ രോഗം മാറുന്നില്ല, അവിടെ പോയി ഇവിടെ പോയി 12 രക്തസ്രാവക്കാർ 12 വർഷമായിട്ട് അവരുടെ സമ്പാദ്യം മുഴുവൻ അനേക വൈദ്യന്മാർ കൊടുത്തിട്ട് അത് ശരിയാകാതെ വന്നപ്പോഴാണ് യേശുവിനെ കുറിച്ച് കേട്ടിട്ട് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് ചിന്തിച്ചതുപോലെ നമ്മളിന്ന് വചനങ്ങളും ധ്യാനവേദികളും വചനവേദികളൊക്കെ കാണുമ്പോൾ എവിടെ പോയാലാണ് എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം കിട്ടുക എന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. നേരത്തെ ദൈവത്തോട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലായിട്ട് അടുക്കാൻ ദൈവത്തോട് അടുക്കണം, കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, പള്ളിയിൽ പോകാൻ തുടങ്ങി, കുമ്പസാരിക്കണം, വചനം വായിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും.
പക്ഷേ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. രക്ഷിക്കുവാനാകാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട്. നമ്മുടെ ആശകൾ, നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ചിലവും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും. ദൈവത്തെ ആദ്യം വിളിച്ചപേക്ഷിക്കും, കൂടുതൽ അടുത്തു വരും. എന്നിട്ടും നടക്കാത്തത് കൊണ്ട് നമ്മൾ അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം ദൈവം എനിക്ക് തരാത്തത് എന്ന് നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് പറയാണ് ജെറമ്യാ 29:13, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: നമ്മളുടെ ആശകളൊക്കെ ദൈവത്തിനുമ്പിലേക്ക് നമ്മൾ അടിയറ വയ്ക്കും. പരിശുദ്ധ അമ്മ സമർപ്പിച്ച്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ. വിവാഹത്തിനുള്ള ഒരുക്കവുമായിട്ടൊക്കെ ഒരു കന്യകയായി കാത്തിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബജീവിതത്തിലേക്ക് ഇതെല്ലാം ആശകളാണ് മറിയത്തിനുണ്ടായിരുന്നത്, അല്ലേ? ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, കല്യാണം, മക്കളൊക്കെ ഉണ്ട്, അത്ര ഉണ്ടാകണം, അവരൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും മറിയത്തിൻ്റെ ഉള്ളിലുണ്ടായത്. നമുക്ക് അതേക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ ദൈവികമായൊരു ഇടപെടലിലൂടെ മറിയം കൃപ നിറഞ്ഞവളായിരുന്നത് കൊണ്ട് ദൂതന്റെ മുമ്പിലേക്ക് ആ ദൈവവചനം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഞാൻ പുരുഷനെ അറിഞ്ഞില്ല, ഞാൻ വിവാഹം കഴിച്ചിട്ട് പോലുമില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യോഹന്നാൻ പറഞ്ഞാണ്, കർത്താവിന്റെ ആത്മാവിൽ ഞാൻ ലയിച്ചിരിക്കെ. പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ തലയുടെ മുകളിൽ വന്നിട്ട് അവരുടെ ഉള്ളിലേക്ക് വന്ന് ആവസിച്ചു. അവരിലേക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞായറാഴ്ച ആരാധനാ ദിവസം മാത്രമല്ല, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആയിരിക്കേണ്ടവരാണ്. പരിശുദ്ധാത്മാവ് മറിയം, ഇതാ കർത്താവ് നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം ദൈവ ആത്മാവായ മറിയത്തിലേക്ക് വന്നുകൊണ്ട് ദൈവവചനം, അതായത് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന്, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന യേശയ്യായുടെ 7-ാം അധ്യായം 14-ാം വചനം പ്രവചനം, അത് അവൻ മറിയം സമർപ്പിച്ചപ്പോൾ മറിയത്തിൽ നിറവേറി, വചനം നിറവേറി. നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശയ്യായുടെ പ്രവചനം, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന വചനം മറിയത്തിൽ നിറഞ്ഞുകൊണ്ട് അവൾ ഗർഭം ധരിച്ചുകൊണ്ട് പിന്നീട് അവൾ യേശുവിനെ, ദൈവപുത്രനെ ഭൂമിയിൽ ജന്മം നൽകി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഈ നമ്മുടെ ആശകളുമായിട്ട് നമ്മൾ ഓടി നടക്കുമ്പോൾ അവസാനം നമുക്ക് എപ്പോഴെങ്കിലും ഒരു സുബോധം ഉണ്ടാകും. അതായത് ഞാൻ എൻ്റെ ആശകൾ ആഗ്രഹങ്ങളോട് പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെ, എൻ്റെ ഹൃദയത്തിൽ നേരത്തെ ഭാഗികമായിട്ടായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ കുറേ ആശകളുണ്ട്, പിന്നെ എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു. ഈ ലോകത്തിൽ എനിക്ക് യൂദാസിനെ പോലെ എനിക്ക് ഒത്തിരി പണം വേണം, ഒത്തിരി പണം ഉണ്ടാക്കണം, എനിക്ക് പേരുണ്ടാക്കണം, പ്രശസ്തി ഉണ്ടാകണം, പണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കൂ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെ ഉണ്ടാകും എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും. പൂർണ്ണ ഹൃദയത്തോടെയല്ല, ഭാഗികമായിട്ട് അങ്ങനെ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല. കാരണം ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളും ആശകളുമൊക്കെ, ദൈവമേ നിനക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന് ഞാൻ കേൾക്കുന്ന വചനത്തിൽ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ആശകളൊക്കെ നിന്റെ മുമ്പിലേക്ക് അടിയുറച്ചോണ്ട്, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ കന്യാമറിയം, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ. അവിടുത്തെ നാമം പൂജിതമാണെന്ന്, അവിടുത്തെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. നമ്മൾ ഓരോരുത്തരിലും അങ്ങയുടെ ഹിതം സ്വർഗത്തിൽ നമ്മെക്കുറിച്ച് ദൈവം കണ്ട ആ ഹിതങ്ങൾ നിറവേറട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ വാക്കിൽ പറയുന്നുള്ളൂ. ഹൃദയത്തിൽ തട്ടാതെയാണ് പലപ്പോഴും പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട്, എൻ്റെ ദൈവമേ, ഞാനിത് പൂർണ്ണമായി എൻ്റെ ജീവിതം നിൻ്റെ തിരുമുമ്പിലേക്ക് അടിയറ വയ്ക്കുന്നു. നീ ആത്മാവായി എന്നിൽ വന്നു നിറയണമേ. നീ ആത്മാവായി എന്നിൽ നിറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ.
നമ്മൾ ഈ 2024 ഞാൻ പറയും, 2000 വർഷം മുമ്പ് AD BC കൂടെ വേർതിരിക്കപ്പെട്ട ജംഗ്ഷൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നുകൊണ്ട് ഈ ജെറമ്യാ പറഞ്ഞ നമ്മയെക്കുറിച്ചുള്ള ഒരു പദ്ധതി അത് നടപ്പാക്കപ്പെടാതെ സാത്താൻ നമ്മുടെ ആ പദ്ധതിയിൽ നിന്നും തട്ടി മാറ്റിക്കൊണ്ടുപോയ ഏദൻ തോട്ടം നഷ്ടപ്പെട്ട് ഭൂമിയിലായ മനുഷ്യ ആദവും ഹവ്വായും പോലെ ഈ ഭൂമിയിൽ ഉഴലുന്ന നമ്മുടെ സാത്താൻ്റെ അടിമത്തത്തിൽ ദൈവഹിതം നടപ്പാക്കാൻ പറ്റാതെ സാത്താൻ ആഗ്രഹം നമ്മളെ കൊന്നും കൊലവിളിച്ചും നമ്മുടെ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ സാത്താൻ്റെ പദ്ധതി പ്രകാരം നമ്മളായിരുന്ന അവസ്ഥയിൽ നമ്മുടെ ആശകളെയൊക്കെ സാത്താന് അടിച്ചമർത്തി. നമ്മുടെ ആശകളെ ദൈവം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന് സമർപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ആശകളെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് പ്രത്യാശ. നമ്മുടെ ആശകളെ നാം ദൈവത്തിന് സമർപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആശകളെ സാത്താൻ ഏറ്റെടുക്കും. സാത്താൻ ഏറ്റെടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പേരാണ് നിരാശ. റോമർ 5 പൗലോസ് പറയുന്നുണ്ട്, പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം ആത്മാവിൽ നിറഞ്ഞിരിക്കെ, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ലയിച്ചിരിക്കെ എൻ്റെ ഉള്ളിലേക്ക് ദൈവം ആത്മാവായി വന്ന് നിറയുകയാണെങ്കിൽ എൻ്റെ ആശകളെ ദൈവം ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ ആശകളെ ദൈവം ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് വെട്ടിയൊരുക്കി അതിനെ പ്രത്യാശയാക്കി മാറ്റും. ദൈവത്തിനു മുമ്പിൽ കാത്തിരിക്കാനുള്ളൊരു മനസ്സ്. സാത്താൻ ഉള്ളിൽ കയറിയ യൂദാസ് യേശുവിനെ കാണിച്ചു കൊടുത്തു. നമുക്കറിയാം, 30 വെള്ളിക്കാശ് അവൻ്റെ കയ്യിൽ കിട്ടി. ആ പടസഞ്ചി കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് അവന് പോവുകയാണ്. നടക്കുമ്പോൾ അവന് യേശുവിനെ മരണത്തിന് വിധിച്ചതും അവനെ അടിച്ച് മരണത്തിനായിട്ട് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എനിക്ക് തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചത് ഞാൻ ചിന്തിക്കാറുണ്ട്, വലിയ അത്ഭുത ശക്തിയുള്ളവരാണ്, ഇവനെ ആർക്കും ഒന്നും തൊടാൻ പറ്റില്ല. എത്രയോ പ്രാവശ്യം അവനെ കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചു, അവരുടെ ഇടയിലൂടെ അവൻ മറഞ്ഞുപോയി എന്ന്. അപ്പോൾ ഞാൻ 30 വെള്ളിക്കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ അവൻ ചിന്തിച്ചത്. അവൻ്റെ സാത്താൻ ഒരു ചിന്ത കൊടുത്തു, എനിക്ക് 30 വെള്ളിക്കാശ് എൻ്റെ കയ്യിലിരിക്കും, യേശുവിനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവവചനം അറിയാത്തത് കൊണ്ട് യേശു പറഞ്ഞ്, ഞാൻ ജെറുസലേമിലേക്ക് പോകും, അവരെന്നെ മരണത്തിന് ഏൽപ്പിക്കും എന്നൊക്കെ ഈശോ പലപ്പോഴും ഒരു 3 തവണ പ്രവചനം, 3-ാം പ്രവചനം എന്നൊക്കെ പറയും, 1, 2, 3 തവണയായിട്ട് ഈ യൂദാസും കൂടെ ഉള്ളപ്പോൾ പലപ്പോഴും യേശു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് അങ്ങനെയാ, പലപ്പോഴും ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മൾ നമ്മുടെ ആശകൾ, ലോകത്തിൻ്റെ ആശകളും മോഹങ്ങളുമായി അതിനെ താലോലിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവം പറയുന്ന പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവുകയാണ്. അപ്പോൾ യേശു പറഞ്ഞത് കേൾക്കാതെ, അവനെന്നെ മരണത്തിന് വിധിക്കും എന്നൊക്കെ പറഞ്ഞത് കേൾക്കാതെ ഈ പണത്തിൻ്റെ ആഗ്രഹം വെച്ചുകൊണ്ട് യേശുവിനെ യൂദാസിങ്ങനെ, മനഃപൂർവ്വം യൂദാസിന് യേശുവിനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് കാണും, ഇവൻ ദൈവപുത്രനാണ്, ശരിയാണ്, അവൻ ശക്തനാണ്, ഇവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിന് മുകളിൽ കൊണ്ട് നടക്കുന്നു, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നവൻ, ഇവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണിച്ചു കൊടുത്താലും 30 വെള്ളിക്കാശ് എൻ്റെ കയ്യിലേക്ക്, അവർക്ക് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവൻ രക്ഷപ്പെടും എന്നൊക്കെ ഒരു ചിന്ത സാത്താനുള്ളിൽ കൊണ്ട് ഇട്ടിട്ട്, പക്ഷെ ദൈവപുത്രൻ, ദൈവം മനുഷ്യനായ ഭൂമിയിൽ അവനിൽ ദൈവവചനം നിറവേറുകയാണ്. അത് മനസ്സിലാക്കാതെ അവൻ്റെ ആശ, പണത്തോടുള്ള അവൻ്റെ ആശ, പിന്നെ അവനെ യേശുവിനെ മരണത്തിന് വിധിച്ചു കണ്ടപ്പോൾ അവൻ ആകപ്പാടെ തകർന്നുപോയി. സാത്താൻ അവൻ്റെ ഉള്ളിലായി, നമുക്കറിയാം, വിശുദ്ധ കുർബാന യോഗ്യതയോടെ സാത്താൻ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവായിരുന്നെങ്കിൽ പ്രത്യാശ ഉണ്ടായേനെ. അവൻ ദൈവത്തിന് മുമ്പിലേക്ക് തന്നെ ജീവിതം അടിയറ വെച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടായപ്പോൾ അവന് പ്രത്യാശ ഉണ്ടായേനെ. അവന് ജീവിതം ദൈവത്തിന് മുമ്പിൽ അടിയറ വെക്കാതെ അവൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ നടന്നുകൊണ്ട് ഇപ്പോൾ യേശു അവൻ തെറ്റുപറ്റിപ്പോയി എന്ന് അറിഞ്ഞുകൊണ്ട് അവന് കുറ്റബോധമാണ്. ഇത് വലിയ മേഖലയാണ്. കുറ്റബോധവും പാപബോധവും ഉണ്ട്, രണ്ടാണ്. കുറ്റബോധവും ഉണ്ട്, പാപബോധവും ഉണ്ട്. നമുക്ക് പാപബോധവും പശ്ചാത്താപവും തരണമെന്ന് നമ്മൾ പാടുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിനാണ് പശ്ചാത്താപം. എന്നാൽ എനിക്ക് രക്ഷയില്ല, ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, ദൈവത്തോട് ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് നിരാശയിൽ പോയി ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനിയൊക്കെ മരിച്ചേക്കാം. ഒത്തിരി പേർ ലോകത്തിൽ അങ്ങനെ ഉണ്ടല്ലേ, ജീവിച്ചിട്ട് കാര്യമില്ല, സാമ്പത്തിക കടം, ഇനിയങ്ങ് മരിച്ചേക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് മരണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്.
മരിച്ച് ആത്മഹത്യ നൽകൽ നിരാശയിൽ പോകുന്ന വ്യക്തിയെ സാത്താൻ കൊണ്ടുപോവുകയാണ്. ആത്മാവിനെ നിത്യമായ പീഡയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതറിയാതെയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ യൂദാസ്, ഞാനിങ്ങനെ ചിന്തിക്കേണ്ട, പരിശുദ്ധ അമ്മയുടെ അടുത്തെങ്കിലും ഒന്ന് ചെന്നിരുന്നെങ്കിൽ അമ്മ പറഞ്ഞത് സാരമില്ല മോനെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിന് ചെയ്തില്ല. അവൻ ഓടി ആരുടെ അടുത്തേക്ക് പോയില്ല. അവൻ ഒറ്റയ്ക്ക് ഓടി 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 താഴ്ന്ന അവസാനം നിരാശനായ അവൻ പോയി തൂങ്ങി ചത്തു. അവൻ്റെ ഉള്ളിൽ യേശുവിനെ പറയുന്നുണ്ട്, ഒരുവനല്ലാതെ ആരും നശിച്ചു പോയില്ല എന്നൊക്കെ യൂദാസിനെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. എനിവേ, നമുക്കറിയില്ല യേശു പാതാളത്തിൽ ഇറങ്ങിയ സമയത്ത് സാത്താന്റെ പിടിയിൽ നിന്ന് ആ ആത്മാവിനെ മോചിപ്പിച്ച് കാണും തീർച്ചയായിട്ടും. എന്നാലും എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവനെ അറിയുന്നില്ലെങ്കിൽ, അല്ലെ ഈ ഞായറാഴ്ച ദിവസം ഇന്ന് അവൻ്റെ ആത്മാവിൽ നിറയാൻ, വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ആത്മാവിൽ നിറയാൻ വിളിക്കപ്പെട്ട ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ യൂദാസിനെ പോലെയാണ്. നമ്മൾ പണവും പ്രതാപവും ലോകഭോഗങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നടക്കുന്നത്. പിന്നെ ഒരു ചടങ്ങ് പോലെ ഞായറാഴ്ച പള്ളിയിൽ പോകണം, വികാരിച്ചൻ അല്ലെ എന്ത് വിചാരിക്കും, അല്ലെ നാട്ടുകാരെന്നെ വിചാരിക്കും എന്ന് പറഞ്ഞാൽ, അല്ലെ 10 കൽപ്പനയിൽ അല്ലെ ഞായറാഴ്ച കടമുള്ള ഞായറാഴ്ച വിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ, ഇന്ന് സങ്കീർത്തനം 85 ന്യൂയോർക്കിൽ നിന്ന് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഇന്ന് ഓമന അലക്സ് ഓർപ്പിച്ച വചനമാണ്. സങ്കീർത്തനം 85 കർത്താവേ ഇങ്ങനെ പറയാണ്, ഹൃദയപൂർവ്വം. സങ്കീർത്തനം 85:8 ഒടുവിൽ പറയുന്നുണ്ട്, അവിടുന്ന് തന്നെ ജനത്തിന് സമാധാനം അരുളും, ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക്, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. ഹൃദയപൂർവ്വം, അതായത് പൂർണ്ണ ഹൃദയത്തോടെ എനിക്കുള്ളതെല്ലാം നീ തന്നതാണ് ദൈവമേ. എൻ്റെ ജീവിതം ഞാൻ നിന്റെ തിരുമുമ്പിലേക്ക് അടിയറ വയ്ക്കുന്നു. ആത്മാവായി നീ എൻ്റെ ഉള്ളിൽ വസിക്കണമേ എന്ന്. ഇവിടെ ജർമ്മിയായും പറഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ അന്വേഷിക്കും, എവിടെയെല്ലാം അവിടെ പോയി വചനം കേൾക്കും, ഇവിടെ പോയി വചനം കേൾക്കും, അവിടെ പോയി ധ്യാനം കൂടും, ഇവിടെ പോയി ധ്യാനം കൂടും. എവിടെയാണ് നമ്മൾ അന്വേഷിക്കും? ഓടി നടക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഈ അന്വേഷണത്തിനിടയിൽ ആ ധ്യാനം ഈ ധ്യാനം, അവിടെ പോയി അവരുടെ അടുത്ത് പോയി ഇവിടെ അടുത്ത് പോയി, അവസാനം ഒരു നിമിഷം നമുക്ക് ബോധ്യം കിട്ടും, ഞാൻ എൻ്റെ ആശകളും ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ച് പൂർണ്ണമായ ഹൃദയത്തോടെ, ദൈവമേ എല്ലാം നീയാണ്, എനിക്കല്ല, നിനക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതാണ് ഏറ്റവും മനോഹരമായൊരു പദ്ധതി. എനിക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മനോഹരമായ ശുഭകരമായ ഭാവിയും പ്രത്യാശയും നിത്യജീവൻ വരെയും നൽകുന്ന ആ പദ്ധതിയുടെ മുമ്പിലേക്ക് ഞാൻ എൻ്റെ ജീവിതം അടിയറ വയ്ക്കുന്നു. പൂർണ്ണമായും ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളോ മദ്യമോ മയക്കുമരുന്നോ ജഡിക പാപ ആസക്തികളോ പണമോ ഒന്നുമല്ല, നിന്റെ ആത്മാവിനാൽ നിറയുക. അതാണ് ഏറ്റവും പ്രധാനം. ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? ഈശോ മത്തായി 16 ചോദിച്ചത്. ആ ഒരു അറിവോടെ ദൈവത്തിന് മുമ്പിലേക്ക് നമ്മൾ അടിയറ വയ്ക്കുമ്പോഴാണ്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. വീണ്ടും പറയുന്നു, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഓർത്ത് നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ, അല്ലെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം എങ്ങനെയാണ് അപ്പനെ അമ്മയെന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തെ അറിയാതെ പോയാൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, തകർച്ചകൾ, രോഗങ്ങളൊക്കെ ദൈവം അനുവദിക്കും, മനസ്സോടെ. കാരണം ആ സഹനത്തിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത്. അപ്പോസ്തലർ 17 പറയുന്നുണ്ട്, ഒരുപക്ഷെ ഈ തകർച്ചയുടെ ഒരുപക്ഷെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവത്തെ അന്വേഷിക്കുവാനും അവിടുത്തെ കണ്ടെത്താനും വേണ്ടിയാണ്. അപ്പോസ്തലർ 17:27-30 വരെ 30-ാമത്തെ വചനം പറയുന്നുണ്ട്, ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടില്ല. സാത്താൻ നമുക്ക് രോഗങ്ങളും പീഡകളും ഒക്കെ കൊണ്ടുവരുമ്പോൾ ദൈവം അത് അനുവദിക്കുന്നെങ്കിൽ അതിലൂടെ നാം ദൈവവുമായി ഒന്നായിത്തീരുന്ന ദൈവ അനുഗ്രഹത്തിന് മാത്രമാകും. നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി, റോമർ 8:28 ഇതാണ് പൗലോസ് മനസ്സിലാക്കിയത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പണത്തെയെല്ലാം ലോകമോഹങ്ങളെയെല്ലാം
മറ്റൊന്നിനെയല്ല, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി, യെരമ്യാ 29 പറഞ്ഞ അവിടുത്തെ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ അറിയാതെ പോയ നാളിൽ എനിക്കുണ്ടായ സകല പാപങ്ങളും ബന്ധനങ്ങളും തഴക്കദോഷങ്ങളും ദുശീലങ്ങളും അടിമത്തങ്ങളും നഷ്ടവും, എനിക്ക് സാമ്പത്തിക നഷ്ടം, കടബാധ്യത, മക്കളുടെ സമാധാനമുള്ള കുടുംബത്തിൽ ഒരു കാര്യവും ശരിയാകുന്നില്ല, മക്കൾ ശരിയാകുന്നില്ല, കുടുംബം ശരിയാകുന്നില്ല. അതിനാൽ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ വരുമ്പോൾ എല്ലാം സകലതും നന്മയ്ക്കായിട്ട് തന്നെ പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. നമ്മളത് അറിയണം. ദൈവം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ അതിന് നമ്മൾ കറുപ്പിനെ വെളുപ്പാക്കുന്ന, കറുപ്പിനെ എല്ലാം മാറ്റിമറിക്കുന്ന ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ തകർച്ചകളെ നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അവിടുത്തെ പദ്ധതിയിലേക്ക് നാം വന്നു കഴിയുമ്പോൾ ഇന്ന് സുവിശേഷത്തിൽ ഈശോ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യം ഇതാണ്. ഒന്നാമത്തെ വായനയുടെ കഴിഞ്ഞ ഇടയ്ക്കും ചിന്തിച്ചാണ് ആമോസ് 7 ആമോസ് പ്രവാചകൻ ജനത്തിന്റെ പാപങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാൻ പറഞ്ഞ്, അപ്പോൾ ആമോസിനോട് അവിടെ ഉണ്ടായിരുന്ന വേറൊരു പ്രവാചകൻ, പണം ലക്ഷ്യമായി കരുതിയെന്നൊരു പ്രവാചകനുണ്ട്. ലക്ഷ്യം പണമായിരുന്നു എല്ലാം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പണം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. ആ പ്രവാചകന് അമാസിയ എന്ന പേരുള്ള, ഇവിടെ പറയേണ്ട ഇത് എൻ്റെ നാട്, ഞാൻ ഇവിടെ എങ്ങും വേണ്ട, നീ വെക്കോ, ഇവിടെ എങ്ങും വേണ്ട, നീ ഇവിടെ എങ്ങും പറയേണ്ട. ആമോസ് ദീർഘദർശി യൂദായിലേക്ക് ഓടുക, അവിടെ പ്രവചിച്ച് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ദൈവത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇവിടെ ഞങ്ങൾക്ക് അറിയാം എന്താന്ന് ആമോസ് പറയുകയാണ്. ഈശോ നമ്മളൊക്കെ ചിന്തിച്ചാണത്. ഈശോ വീണ്ടും പറഞ്ഞ് നമ്മൾ ഓർപ്പിക്കുന്ന വചനമുണ്ട് മത്തായി 6. അതായത് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ അല്ലാതെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. 2 യജമാന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മൾ സഭയിലായിരിക്കുമ്പോൾ, നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ 2 യജമാനന്മാരെ സേവിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. എന്നിട്ട് ഈശോ പറയാണ്, ദൈവത്തെയും മാമോനെയും, ദൈവത്തെയും പണത്തെയും, ദൈവത്തെയും മെറ്റീരിയൽ പൊസഷൻസ്, ദൈവത്തെ സ്നേഹിക്കാൻ ലോകത്തിൻ്റെ വസ്തുക്കളിലുള്ള ഈ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകില്ല. വെളിപാട് 3 ഈശോ പറഞ്ഞില്ലേ, നീ ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി, ലോകമോഹങ്ങളും ദൈവവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന് മന്നോഷണാവസ്ഥയിൽ. പ്രിയമുള്ളവരെ, ഈശോ എന്ന സുവിശേഷത്തിൽ മർക്കോസ് സുവിശേഷം 6-ാമത്തെ അധ്യായം ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, നോക്കണം, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ, പ്രധാനപ്പെട്ട പോയിന്റാണെന്ന് കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ കർത്താവിൻ്റെ ആത്മാവാണ് നമ്മിൽ വസിച്ചുകൊണ്ട് ആത്മാവിൽ ലയിച്ച് നാം അവൻ്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ അവനാണ് നമ്മളെ നയിക്കുക. അവൻ്റെ ആത്മാവ് നമ്മളെ ഈ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. അല്ലേ, പണ്ട് അങ്ങനെയായിരുന്നു. പണവും, ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചു പോലെ, നമ്മൾ എല്ലാവരുടെ പണമൊക്കെ വിറ്റ്, സ്ഥലമൊക്കെ വിറ്റ്, പറമ്പെല്ലാം വിറ്റിട്ട് പണം കൊണ്ട് ശിഷ്യന്മാരുടെ കാൽക്കൽ ഏൽപ്പിച്ചിട്ട് അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, യേശുവിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ചായിരിക്കണം. എപ്പോഴോ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നേരെ മറിച്ച് ഇപ്പോൾ എല്ലാം എങ്ങനെയും പണം സ്വരുക്കൂട്ടണം. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഏതിനും കുഴപ്പമില്ല, പണം കിട്ടിയാൽ മതി, പണം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ 1-ാമത്തെ അല്ലെങ്കിൽ 2-ാമത്തെ ആഗോള സഭയിലെ വായനയിൽ പൗലോസ് പറയാണ് എഫേസ്യർ 2 ദൈവത്തെ ക്രിസ്തുവിന് മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ലോകമോഹങ്ങളിലൊന്നുമല്ല, നിഷ്കളങ്കമായ സ്നേഹത്തോടെയും. ഈശോ പറഞ്ഞ ഇതാണ്, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. നമ്മളിന്ന് പണം ഉണ്ടെങ്കിലേ എല്ലാം നടക്കുകയുള്ളൂ. പണം കരുതി വെച്ചിട്ട് വേണം വചനം പ്രസംഗിക്കാൻ, പണം കരുതി വെച്ചിട്ട് വേണം പല കാര്യങ്ങളും. പ്രിയമുള്ളവരെ, ഇതാണ് നമുക്ക് പറ്റിയതെന്ന്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്, അല്ലേ? എന്താണ് ഞാൻ പറയുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ് പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കേണ്ടത്. പക്ഷേ അതൊക്കെ
നമ്മളിന്ന് പണം ആദ്യം കരുതി വെക്കണം. പണം വേണം. നമുക്ക് പല കാര്യങ്ങളും ഈ കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞ ഒരു വ്യക്തിപരമായ ഒരു വെളിപ്പെടുത്തൽ ഞാൻ പറയുകയാണ്. ആദ്യകാലങ്ങളിൽ ദൈവാനുഭവത്തിലേക്ക് വന്ന വലിയ അനുഗ്രഹങ്ങളും കൃപകളും അടയാളങ്ങളും രോഗശാന്തികളും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ പറയും, കർത്താവ് ലീലിന് കൊടുത്ത ഒരു കൃപയുണ്ടല്ലോ, ഇങ്ങനെ ദൈവ സ്വരം കേൾക്കാം പ്രാർത്ഥിക്കുമ്പോൾ. അത് വളരെ വളരെ ഒരു കൃപയെന്ന് ഞാൻ പറയും. പ്രാർത്ഥിക്കുമ്പോൾ കാതുകളിൽ ദൈവം സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു സ്വരം യെശയ്യാ കേട്ടതുപോലെ. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കൃപയല്ല, ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്നതാണ്, ഓരോരുത്തർക്കും ഉള്ളവരെ. യെശയ്യായുടെ കാതുകളിൽ കേട്ടു, ആരാണ് നമുക്ക് വേണ്ടി ആരെയാണ് ഞാൻ അയക്കുക എന്ന് യെശയ്യായുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് യെശയ്യാ നിറഞ്ഞപ്പോൾ അതുവരെ യെശയ്യായുടെ കാതുകൾ തുറന്ന് വചനം പറയുന്നുണ്ട്. യെശയ്യാ 55 പറയുന്നുണ്ട്, അവൻ എൻ്റെ കാതുകൾ തുറന്നുവെന്ന്. അപ്പോൾ ലീനന് കൃപയുണ്ട്. ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് ചോദിക്കുമ്പോൾ കാതുകളൊക്കെ അത് ഡിസേൺ ചെയ്തിട്ടാണ്. നമ്മുടെ ആഗ്രഹം, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹമാണോ അതോ പിശാചിൻ്റെ സ്വരമാണോ ദൈവസ്വരമാണോ ഡിസേൺ ചെയ്തിട്ട് അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ എന്ന് പറയുന്നൊരു മേഖലയാണ്. പൂർണ്ണമായും ദൈവാത്മാവിൽ ലയിച്ചിരിക്കെ യോഹന്നാനുണ്ടായ ദർശനം പോലെയും ദൈവാത്മാവിൽ നമ്മൾ ലയിച്ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും കാതുകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നൊരു മേഖലയുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ശുശ്രൂഷകാട് പോകുമ്പോൾ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ പണം പലരും കൊണ്ടുവരും. നിങ്ങൾ പണം നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി നിങ്ങൾ പണം സ്വീകരിക്കരുത്. സ്വീകരിച്ചാൽ നിങ്ങളുടെ കൃപ നഷ്ടപ്പെട്ടു പോകും. അന്നോട്ട് ഇന്ന് വരെയും പ്രിയമുള്ളവരെ പ്രതിഫലമായിട്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വീകരിക്കാറില്ല. ഇത് പലരും യാത്രയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ ധ്യാനങ്ങളൊക്കെ പോകുമ്പോൾ പ്ലെയിൻ ഫെയറൊക്കെ തരുമ്പോൾ തീർച്ചയായിട്ടും അത് അല്ല, നമ്മുടെ അഹോവൃത്തിക്ക് വേണ്ടിയിട്ട്. അതിൽ ഇന്ന് അമാസിയ പറഞ്ഞത്, അഹോവൃത്തിക്ക് നീ പോയി നിന്റെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി വചനം പറയണമെങ്കിൽ അവിടെ പോകോ, ഇവിടെ വേണ്ട എന്ന്. കാരണം ഇവിടെ ഞാനാണ്, എൻ്റെ വയറ്റിപ്പഴുപ്പിൻ്റെ സ്ഥലമാണ്. ഇവിടെ ഞാൻ വചനം പറഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ വയറ്റിപ്പഴുപ്പ് നടന്ന സ്ഥലമാണ്. ഇവിടെ നിനക്ക് വരണ്ട, അല്ലേ? കോമ്പറ്റീഷനാണ്. എൻ്റെ കാര്യം നടക്കാൻ ഇവിടെ വേറെ ഒരു ടീമും വരണ്ട, ഇവിടെ ഞങ്ങൾ മാത്രം മതി, ഇവിടെ വേറെ ആരും വരണ്ട. ഇന്ന് പിശാചിൻ്റെ പ്രവർത്തനം അങ്ങനെയല്ല. ദൈവരാജ്യം ഇന്ന് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് എൻ്റെ ആത്മാവിൽ കിട്ടിയൊരു ബോധ്യം പറയുകയാണ്. ആരെയും വിധിക്കുകയല്ല, കുറ്റവും പറയല്ല. ഇന്നങ്ങനെ ആയിട്ട് പണവും പ്രതാപവും എല്ലാം ഉണ്ടെങ്കിൽ യേശുവിന് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തെറ്റായ ചിന്ത പിശാച് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഈശോ ആണ് പറഞ്ഞത്, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണ്ണമോ വെള്ളിയോ ഒന്നും കരുതി വെക്കേണ്ട എന്ന് പറഞ്ഞു. ഈ ഒരു മേഖലയിൽ നമുക്കൊന്ന് അനുദപിക്കാം പ്രിയമുള്ളവരെ. ആത്മാവിൽ ലയിച്ചിരിക്കുക, ആത്മാവ് നയിക്കാൻ പണവും പ്രതാപവും ഒന്നും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് സഭയെ നയിക്കും. നമ്മുടെ ചെറിയ ദേവാലയങ്ങളാണെങ്കിലും കുഴപ്പമില്ല. ദൈവ ആരാധനയ്ക്കായിട്ട് നമ്മുടെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ദേവാലയം അതൊന്നുമല്ല. ജെറുസലേം ദേവാലയം കാണിച്ചുകൊണ്ട് അവർ അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇത് ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. കാരണം മനുഷ്യൻ്റെ ഉള്ളിലാണ് ദൈവത്തിന് വസിക്കേണ്ടത്. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ആലയത്തിലല്ല, ദൈവത്തിൻ്റെ കരങ്ങളാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ് ദൈവ ആലയങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവിൽ ലയിച്ചല്ലേ നിങ്ങൾ ആരാധനയിലായിരിക്കേണ്ടത്? നിങ്ങളുടെ ഉള്ളിലല്ലേ ദൈവം വസിക്കേണ്ടത്? നിങ്ങളല്ലേ ദൈവ ആലയങ്ങൾ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.